രാഹുൽ സുരേഷ് കൂടെ നിൽക്കുന്ന മകന്റെ പേരെന്താണ്? രണ്ടാമത്തെ മകനാണെന്ന് തോന്നുന്നല്ലേ? അദ്ദേഹത്തിന്റെ അനിയനാണ് സുരേഷ് എന്നല്ലേ പറഞ്ഞത്? ആ രണ്ടാമത്തെ മകന്റെ പേരെന്താണ്? അദ്ദേഹം ഇങ്ങനെ അമ്മയെ ഇങ്ങനെ ഒരു സങ്കട കഥാപാത്രമാക്കി അവിടെ ഇരുത്താതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയതിനു ശേഷം നിയമപരമായി മുന്നോട്ട് നീങ്ങിക്കൂടെ എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിക്കുന്നത്. അത് അദ്ദേഹത്തോടൊന്ന് ചോദിക്കാം രാഹുൽ. സുജയ പാർവതി രണ്ടാമത്തെ മകനാണ് ഷാജി. ഷാജിയുടെ ഉൾപ്പെടെ വീടുകളിൽ നമ്മൾ താമസിച്ചിരുന്നു. പക്ഷേ ഷാജിയുടെ വീട് ഉപ്പുതറയിലാണ്. മുല്ലപ്പെരിയാറൊക്കെ തുറന്നുവിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ മറ്റു പ്രശ്നങ്ങൾ കൂടിയുണ്ട്. വെള്ളം ഒഴുകുന്നൊക്കെ വീടിൻ്റെ സമീപത്തോടെയാണെന്നാണ് ഷാജി ഉൾപ്പെടെ പറയുന്നത്. ആ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഷാജിയുടെ വീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കാത്തത്. മറ്റു ജനപ്രതിനിധി ഉൾപ്പെടെ പറയുന്നതേ, നിങ്ങൾ 5 മക്കളാണ്, ബാക്കിയുള്ള 4 മക്കൾക്കും ഈ അമ്മയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. പക്ഷേ അമ്മയെ ഈ 2 ദിവസമായിട്ട് ഈ വീടിന് മുന്നിൽ ഇരുത്തുന്നത് ഇങ്ങനെ മോശമല്ലേ എന്നുള്ള കാര്യം ജനപ്രതിനിധികൾ ഉൾപ്പെടെ ചോദിക്കുകയാണ്. അതിലിപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതിനകത്ത് പറയാനുള്ളത് ഈ അമ്മയെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ചാച്ചനോട് പറഞ്ഞ് വാക്ക് നൽകിയാണ് ചാച്ചൻ്റെ ഈ സ്ഥലം ചാച്ചൻ്റെ അമ്മയുടെ പേരിലുള്ള ഈ സ്ഥലം എൻ്റെ ഇളയ സഹോദരൻ എഴുതി വാങ്ങിച്ചത്. ഞങ്ങളുടെ അമ്മേനെ നോക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ താമസിക്കാൻ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് വഴിയില്ല, ഒരു വീടിൻ്റെ ഇല്ല, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നമുണ്ട്. അത് നമ്മൾ വാട്ടർലോനോട് ചേർന്നാണ് എൻ്റെ വീട്. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മക്കളുടെ കാര്യം കൂടി ഒന്ന് പറയും. മക്കളുടെ കാര്യം മൂത്ത ജ്യേഷ്ഠൻ ഇവിടെ അടുത്താണ്. പുള്ളി ഗുരുതരമായ ഒരു ക്യാൻസർ രോഗം ബാധിച്ച് പുള്ളി കിടക്കുകയാണ്, RCC ചികിത്സയിലാണ്. പിന്നെ ഇളയ സഹോദരി ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്, അത് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ചേച്ചി രാമക്കരമേട്ടിലാണ് താമസിക്കുന്നത്. ആ രാമക്കരമേട്ടിൽ അവർ താമസിക്കുന്നത് അവിടെയും ഇവിടെ അടുത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. രാഹുൽ സുരേഷ്, ഒരു കാര്യം കൂടി, മക്കളെ കുറിച്ചൊക്കെ ഇപ്പോൾ ഷാജി പറഞ്ഞല്ലോ. ഇപ്പോൾ ഇവരുടെ അനിയൻ സുരേഷ് ഇപ്പോൾ ഈ വീട് പൂട്ടിയിരിക്കി പോയിരിക്കുന്ന ഫോറസ്റ്റ് ഓഫീസറായ സുരേഷ് രണ്ടാമത് വിവാഹം കഴിച്ചു. ആ വിവാഹത്തിലുള്ള വിവാഹം കഴിച്ച ഭാര്യ, അവരുടെ പേരാണല്ലോ ഇപ്പോൾ ഷിജി എന്ന് പറഞ്ഞത്. അവർക്ക് ഈ അമ്മയെ ഇഷ്ടമില്ലാത്തതാണോ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം? അതുകൂടി ഒന്ന് ചോദിക്കാം, കാര്യങ്ങൾക്കൊരു വ്യക്തത വരട്ടെ. യഥാർത്ഥ പ്രശ്നം എന്താണ്? മകൻ സുരേഷിന് വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടാണോ അതോ ഭാര്യ പ്രശ്നം ഉണ്ടാക്കുന്നതാണോ? കാരണം ഇന്നിപ്പോൾ സബ് കളക്ടർ നമ്മളോട് പറഞ്ഞത്, ഭാര്യ, അതായത് സുരേഷിൻ്റെ ഭാര്യ തന്നിൽ നിന്ന് ആ ഉത്തരവ് മറച്ചു വെച്ചു. ആ ഉത്തരവ് തൻ്റെ പക്കൽ ലഭിച്ചില്ല. തൻ്റെ പക്കൽ ലഭിച്ചിരുന്നുവെങ്കിൽ അമ്മേനെ കയറ്റി പാർപ്പിക്കായിരുന്നു എന്നാണ് സബ് കളക്ടറോട് രേഖാമൂലം എഴുതി കൊടുത്തത്. അദ്ദേഹം കള്ളം പറയുന്നതാണ്. അത് നിയമപരമായി ഞങ്ങൾ അവനെ വിളിച്ച ഫോൺ മുഖാന്തരം വിളിച്ച് ഇന്ന് രാവിലെ 10 മണിക്ക് ഞങ്ങൾ അമ്മേനെ കൊണ്ട് ഇവിടെ വരുവാണ്, നീ ഇവിടെ കാണണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം പറഞ്ഞ് ഞങ്ങൾ ഇവിടെ കണ്ടേക്കാന്നൊക്കെ പറഞ്ഞ് അത് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ കഥ കടച്ച് കൂട്ടിയിട്ടേക്കുവാണ്. ഇന്നലെ 10 മണി മുതൽ അമ്മ ഈ സെറ്റിയേരിയിരിക്കുന്നതാണ്. ഇന്നലെ 10 മണി വരെ ഈ വീട്ടിൽ താമസിക്കണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. ഈ ചാച്ചനെ ഇവിടെയാണ് സംസ്കരിച്ചേക്കുന്നത്. സുരേഷിൻ്റെ രണ്ടാമത്തെ ഭാര്യയാണോ ഷിജി? രണ്ടാമത്തെ ഭാര്യ. ആദ്യ ഭാര്യയിൽ 2 മക്കളുണ്ട്. അവർ 2 പേരും അവരുടെ വിവാഹം കഴിഞ്ഞ് അവർ ഷിജിയാണോ അമ്മേനെ മർദ്ദിച്ചു എന്ന് പറയുന്നത്? അതെ, ഷിജിയാണ് അമ്മേനെ മർദ്ദിച്ചത്. അമ്മ ഇപ്പോഴും പറയുന്നത് എൻ്റെ മകനൊരു കുഴപ്പമുണ്ടാകരുത് എന്നാണ് അമ്മ പറയുന്നത്. അത് അമ്മ പറയുന്നത് മർദ്ദിച്ചിട്ടില്ല. രാഹുൽ സുരേഷ്, നമുക്കിനി അറിയേണ്ടത് സുരേഷിന് അമ്മ കൂടെ ഉണ്ടാകുന്നതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നോ എന്നതാണ്. കാരണം ഷിജിയുടെ ഒരു താല്പര്യമില്ലായ്മ അവിടെ കാണുന്നുണ്ട്. ഷിജി ഏതെങ്കിലും തരത്തിൽ ജോലിക്കോ മറ്റോ പോകുന്ന ആളാണോ അതോ വീട്ടമ്മയാണോ? ഷിജിയാണോ യഥാർത്ഥത്തിൽ അമ്മയെ അവിടെ താമസിപ്പിക്കാത്തത്? അമ്മ സുരേഷേട്ടൻ്റെ കൂടെ താമസിക്കണം എന്നുള്ളതാണ് അമ്മയുടെ ആഗ്രഹം. ഇവിടെ താമസിക്കണം, അതോടൊപ്പം തന്നെ എല്ലാ മക്കളെയും കാണാനുള്ള അവസരമുണ്ട്. എല്ലാവർക്കും ഇവിടെ കയറി വരുവാൻ വേണം എന്നെ കാണാൻ. അമ്മയ്ക്ക് ഇവിടെ സുരേഷേട്ടൻ്റെ കൂടെ താമസിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ മക്കളെയും കാണാനുള്ള ഒരു അവസരം ഉണ്ടാവണം. സുജയ പാർവതി, ഇപ്പോഴും അമ്മ ഒരു മക്കളെയും തള്ളി പറയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇളയ മകനായിട്ടുള്ള സുരേഷിന്റെ ഈ വീട്ടിൽ അമ്മയ്ക്ക് താമസിക്കണം, ബാക്കിയുള്ള 4 മക്കൾക്കും അവിടെ തന്നെ തുടരൂ. കാരണം അമ്മയ്ക്ക് ആ വീട്ടിൽ തന്നെ താമസിക്കണമെന്ന് അവർ പറയുന്നു. സബ് കളക്ടറുടെ ഉത്തരവ് അനുകൂലമായിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ആ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ശ്രീമതി രമ്യ അടക്കം നമ്മളോട് പറഞ്ഞത് അതാണ്. അമ്മയ്ക്ക് അവിടെ തന്നെ താമസിക്കണം, അതിന് അനുകൂലമായ ഒരു ഉത്തരവുണ്ട്. ഇനി തീരുമാനമെടുക്കേണ്ടത് ഫോറസ്റ്റ് ഓഫീസർ കൂടിയായ മകൻ സുരേഷാണ്. അപ്പോൾ ആ സർക്കാർ ഉത്തരവ് ഒരു സർക്കാർ ജീവനക്കാരൻ അനുസരിക്കാതിരിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും സുരേഷും ഭാര്യ ഷിജിയും വന്ന് ആ വാതിലൊന്ന് തുറന്ന് സ്വന്തം അമ്മയല്ലേ ഒന്ന് കയറ്റിയിരുത്തി ഒരു ചായയൊക്കെ ഇട്ട് കൊടുക്കൂ. വീടാകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നേ. അതിനൊക്കെ അമ്മയെ പുറത്തേക്ക് ഇറക്കി വാതിലും പൂട്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതൊക്കെ ശരിയാവുക? അത് പരിഹരിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും വരും ഈ വിഷയത്തിലേക്ക്. രാഹുൽ സുരേഷ് അവിടെ തുടരുക.